ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദർശൻ പറയുകയാണ് വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ എതിർഭാഗം വക്കീൽ പറയുകയാണ്, ഇല്ല, 2024 ജനുവരി 24 ഒരാളെ കുത്തി പരിക്കേൽപ്പിക്കുകയും അയാൾ ഹോസ്പിറ്റലിലാകുകയും ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാ തെളിവുകളും കാണിക്കാമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആളെ തന്നെ വിളിച്ച് കാണിക്കാമെന്ന് പറയും. അപ്പോൾ ജഡ്ജി പറയും, ആ കാണണം, വിളിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ കുത്തുകൊണ്ട് ആളെ കൊണ്ട് നിർത്തി ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 2024 ജനുവരി 24 എന്നെ ഹോസ്പിറ്റലിൽ കയറി ആക്രമിക്കുകയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത ആളാണ് വിക്രമെന്ന് ആ കുത്തുകൊണ്ട് ആൾ പറയുന്നു. എന്നിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് ജഡ്ജി ചോദിക്കുന്നു, അതിനൊക്കെ ഉത്തരം പറയുകയാണ്. അങ്ങനെ വിക്രത്തിനെതിരായ ഓരോ തെളിവുകൾ അങ്ങനെ നിരത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ദർശൻ വാദിക്കുകയും എന്നിട്ട് ഒരു CCTV ഫോട്ടേജ് ഏൽപ്പിക്കുകയും ചെയ്തു. 2024 ജനുവരി 24 അന്നേ ദിവസം ഇദ്ദേഹം അഡ്മിറ്റ് ആയത് ശരിയാണ്, പക്ഷേ വിക്രം കുത്തിയിട്ടല്ല, ഏതോ ഒരു പാർട്ടിയുടെ പ്രശ്നമായിട്ടാണ് ഇയാൾ അഡ്മിറ്റ് ആയത്. അന്നേ ദിവസം ഇങ്ങനെ കുത്തുകൊള്ളുകയോ അങ്ങനെ വിക്രം വരികയോ ചെയ്തിട്ടില്ല എന്ന് ദർശൻ CCTV ഫോട്ടേജ് കാണിച്ച് പറയുകയാണ്. അതേ ദിവസം പാർട്ടിയുടെ പ്രശ്നമായിട്ട് വിക്രത്തിനും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വിക്രം ഹോസ്പിറ്റലായി എന്ന് പറഞ്ഞ് ഓരോ തെളിവുകളും ദർശൻ കോടതിയിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ രണ്ട് കൂട്ടരുടെയും വാദം കഴിയുമ്പോൾ വിക്രത്തിന് ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വന്നെത്തുകയും വിക്രത്തിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു. വിക്രത്തിന് ജാമ്യം കിട്ടിയ സന്തോഷത്തിൽ വിക്രം വേദയെ നോക്കുകയാണ്, വേദ വിക്രത്തെ നോക്കുകയാണ്. അങ്ങനെ മാറി മാറി കണ്ണോട് കണ്ണിൽ ഇരുവരും നോക്കിയാണ്. ഇവരിങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ രാധയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആരെയും ശ്രദ്ധിക്കാതെ അവർ മാറി മാറി ഇങ്ങനെ കണ്ണോട് കണ്ണോ നോക്കുമ്പോൾ നല്ല ദേഷ്യമാണ് രാധയ്ക്ക് വരുന്നത്. കോടതിയിൽ നിൽക്കുന്ന കാര്യം മറന്നാണ് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഇതെല്ലാം കണ്ടോടി നിൽക്കുന്ന രാധയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം വിക്രത്തിൻ്റെ ഒരാൾ പോയി വിക്രത്തിൻ്റെ ഒരു കൂട്ടുകാർ പോയി കാപ്പിയുമായി വരികയാണ്. എന്നിട്ട് വേദയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് രാജേട്ടൻ ചോദിക്കുകയാണ്, മോൾ വന്നത് നന്നായി, വന്നതുകൊണ്ടല്ലേ വിക്രത്തെ ഇറക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ചോദിക്കുകയാണ്, മോളെ ആ വക്കീൽ ആരാണ്, മോൾക്ക് ഈ വക്കീലോട്ട് എന്താ പരിചയം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നു, ഈ വക്കീലുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നതാണ്, ജഡ്ജിയായിട്ടിരുന്നത് എൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അവർ അന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാധ ചോദിക്കുകയാണ്, ഈ നല്ല വക്കീലുമായിട്ടുള്ള വിവാഹമാണോ നീ വേണ്ടാന്ന് വെച്ച് ഈ വിക്രത്തെ നീ പിന്നാലെ നടക്കുന്ന, നിനക്ക് എന്താ ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ, എന്നാലും നീ ഇങ്ങനെ ചെയ്യാമോ, നല്ല ഒരു കുടുംബത്തിൽ നല്ല ഒരു വക്കീലുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് നീ അതെല്ലാം കളഞ്ഞിട്ട് വന്ന് ഈ വിക്രത്തിൻ്റെ വക്കീൽ എന്നൊക്കെ രാധ ഇങ്ങനെ ചോദിക്കുന്നു. എല്ലാവരും ദർശൻ എനിക്ക് വേണ്ടി വാദിക്കാൻ വന്നല്ലോ, ജഡ്ജി എൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ ദർശൻ വന്നത് എന്നുള്ള രീതിയിലൊക്കെ വേദ സംസാരിക്കുന്നു. ഇപ്പോൾ രാധ പറഞ്ഞു, ഇത്രയും വിദ്യാഭ്യാസവും പഠിപ്പുമുള്ള ഒരു വക്കീലിനെ കളഞ്ഞിട്ടല്ലേ നീ താലിയുടെ പേരും പറഞ്ഞ് ഈ വിക്രത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഈ ഓട്ടക്കാനലിൽ എന്തുണ്ടെന്ന് വിചാരിച്ചാണ് നീ അവൻ്റെ പിന്നാലെ നടക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ദേഷ്യമാണ് ദേഷ്യം വരുമ്പോൾ വേദ പറയുന്നു, നിർത്ത്, മതി, പറഞ്ഞതൊക്കെ മതി എന്ന് കഴിഞ്ഞ് തീരുമ്പോൾ വിക്രമവും വക്കീലുമായിട്ട് വരികയാണ്. ദർശനെ കാണുമ്പോൾ വേദ നന്ദി പറയും. അപ്പോൾ ദർശൻ പറയും, എന്താ വേദ നീ എൻ്റെ അടുത്ത് നന്ദി പറയണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വിക്രത്തെ നോക്കിയിട്ട് ദർശൻ പറയുകയാണ്, വേദ ഒരു നല്ല കുട്ടിയാണ്, സ്നേഹമുള്ള കുട്ടിയാണ്, നീ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കണം, അത്രയ്ക്ക് നല്ല കുട്ടിയാണ്, നല്ല ജീനിയസായ കുട്ടിയാണ്, നീ ഒരിക്കലും വിട്ട് കളയില്ല എന്ന് പറയും. അപ്പോൾ വേദ കൂമ്പിട്ട് നിൽക്കുകയാണ്. ഇത് കഴിയുമ്പോൾ വിക്രത്തിൻ്റെ മുഖം ഒരുമാതിരി ആകുന്നു. ഇത് കേൾക്കുന്ന രാധയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമാണ് വരുന്നത് വേദയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ദർശൻ പറയാണ്, വിക്രമേ, ഇത് നിൻ്റെ ഭാഗ്യം കൊണ്ടുവന്ന കുട്ടിയാണ്, നിൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ രാധയ്ക്ക് നല്ല ദേഷ്യം വന്ന് അവൾ അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നു. പിന്നെ ദർശൻ യാത്ര പറഞ്ഞു പോവുകയാണ്. ഇത് കഴിയുമ്പോൾ വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, പോലീസുകാർ ഉപദ്രവിച്ചോ എന്ന്. അപ്പോൾ വിക്രം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് വിക്രത്തിനടുത്ത് വേദ പറയുന്നു, വേദ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയും. വിക്രം വേദയെടുത്ത് പറയുകയാണ്, നീ കണ്ടല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ജീവിതം നിനക്കൊരു നല്ല സന്തോഷമായ ഒരു ജീവിതം തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ നോക്കണ്ട, നീ നിൻ്റെ വീട്ടിലേക്ക് പോകൂ എന്നൊക്കെ വേദയെ ഉപദേശിക്കുകയാണ് വിക്രം. അപ്പോൾ വേദ അടുത്തേക്ക് വന്നിട്ട് വിക്രത്തിൻ്റെ കൈ പിടിക്കുകയാണ്. പിടിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർക്കെല്ലാം സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഇത് കാണുമ്പോൾ രാധയ്ക്ക് നല്ല ദേഷ്യമാണ് വരുന്നത്. അപ്പോൾ വിക്രത്തിൻ്റെ കൂട്ടുകാർ ആ ചാവി അങ്ങ് കൊടുത്തിരുന്നിട്ട് വിക്രം വണ്ടി എടുക്കുമ്പോൾ രാധ ബാക്കിൽ കയറിയിരിക്കുന്നു.
വേദ വേദ വിക്രത്തിൻ്റെ തോളിൽ കൈയിടുന്നു. ഇത് കഴിഞ്ഞിട്ട് ഹമ്പിൽ ചാടുമ്പോൾ വിക്രത്തെ കെട്ടിപ്പിടിക്കുമ്പോൾ വിക്രം വേദയുടെ കയ്യെ തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അടിപൊളി ഒരു സോങ്ങോടെയാണ് ഈ രംഗം കാണിക്കുന്നത്. അത് കഴിഞ്ഞിരുമ്പോൾ ദർശ നേരെ വേദയുടെ വീട്ടിലേക്ക് വരുമ്പോൾ വേദയുടെ അച്ഛൻ ചോദിക്കുന്നു, ദർശ നീ ഇത് ചെയ്തത് ശരി, കാപ്പ ചുമത്തേണ്ട തെറ്റൊന്നും വിക്രം ചെയ്തിട്ടില്ല അങ്കിൾ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, എന്തോരം പാടുപെട്ടെന്നറിയാമോ നമ്മൾ അവനെ ഈ കേസിൽ പെടുത്തിയത്. 6 മാസമെങ്കിലും അവൻ അഴിക്കുള്ളിൽ കിടന്നെങ്കിൽ അത് നീയായിട്ടില്ലാതാക്കിയല്ലോ ദർശൻ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു. സമയം കൊണ്ട് അവളുടെ സ്വഭാവം മാറ്റിയെടുത്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു. അത് നീയായിട്ട് ഇല്ലാതാക്കിയല്ലോ ദർശൻ എന്ന് പറയുമ്പോൾ ദർശൻ പറയാം, അതെന്ത് വർത്തമാനം പറയുന്നത്, അത് ശരിയല്ലല്ലോ. വേദ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ദർശൻ ഒരു സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ അത് ചെയ്യില്ല എന്ന് പറയും. കണ്ടിട്ടില്ല, ഞാൻ വേദയെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. വേദ ഇനിയും വന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവൾക്ക് സഹായം ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക, നീ എന്ത് പണിയായി ചെയ്തത്? അവളുടെ സ്വഭാവമെല്ലാം മാറ്റിയെടുത്ത് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ദർശൻ പറയുകയാണ്, വേദയെ വിക്രം വിവാഹം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു, അതുപോലെ അവൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ വിവാഹം ചെയ്തതിനെ എന്തിനാണ്? വേദ ഇനിയും വന്ന് എൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ദർശൻ, നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. അതെങ്ങനെ ശരിയാകുമെങ്കിൽ അവൾക്ക് മനസ്സില്ലാതെ ഇഷ്ടമില്ലാതെ ഞാനുമായിട്ടുള്ള വിവാഹം നടത്തിയിട്ട് എന്താ കാര്യം? ഞാനും വിക്രമും തമ്മിലുള്ള ഇപ്പോൾ വിക്രമും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? അവൻ ബുദ്ധിയില്ലാതെ ചെയ്ത കാര്യം ഞാൻ ബുദ്ധിയുള്ള ഞാൻ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കണോ അങ്കിൾ എന്നൊക്കെ ഇങ്ങനെ ദർശൻ ചോദിക്കുകയാണ്. അച്ഛന് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ ദർശൻ പറയുന്ന, വേദയെ ഞാൻ ഒരുപാട് നാളായിട്ട് കാണുന്നതല്ല അങ്കിൾ. അപ്പോൾ വേദ വന്നൊരു കാര്യം പറയുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ അങ്കിൾ? നിർത്ത്, ഏതോ ഒരുത്തൻ കെട്ടിയ താലിയുടെ പേരും പറഞ്ഞ് അവൾ നടക്കുന്നു, അവളോടുള്ള സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് നീ നടക്കുന്നു, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വേദയുടെ അച്ഛൻ അവിടെ നിന്ന് എഴിച്ചു പോകുന്നു. മെമ്പറിൻ്റെ ചേട്ടൻ്റെ മോളുടെ വിവാഹം മുടക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ഗുണ്ട ജഡ്ജി സാറിൻ്റെ മോളെ വിവാഹം ചെയ്തിട്ടല്ലേ വന്നത് എന്ന് മെമ്പറിനോട് ചോദിക്കുമ്പോൾ ശ്രീനിവാസ് സാർ പറയുന്നു, അതൊക്കെ വെറുതെ പറയുന്നതാണ്, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ശ്രീനിവാസ് സാർ പറയുന്നു, വിക്രമും വേദയും കുറേ നാളായിട്ട് പ്രണയത്തിലായിരുന്നു. അത് ജഡ്ജി ശങ്കരൻ നാരായണ സാറ് എതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആരും അറിയിക്കാതെ പോയി താലി കെട്ടിയത്. ഇത് നാട്ടിൽ നടപ്പുള്ളതല്ലേ? സത്യം തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ അതെന്താ, പ്രേമത്തിന് കണ്ണും മൂക്കുമില്ലല്ലോ, ഇതൊക്കെ നാട്ടിൽ നടപ്പുള്ളതല്ലേ, അവരിപ്പോൾ നല്ല സന്തോഷമായല്ലേ ജീവിക്കുന്നത്. കഴിഞ്ഞു പോവുകയാണ്. ഇത് കഴിയുമ്പോൾ അമ്മ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അമ്മ പറയാണ്, കാപ്പ ചുമത്തിയ കേസല്ലേ എൻ്റെ മോൻ ജാമ്യം കിട്ടാതെ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നു, പൂജാരി പറഞ്ഞില്ലേ അമ്മ ഒന്നും സംഭവിക്കില്ല, നമ്മ വിഷമിക്കാതെ ഇരിക്കുകയെന്ന്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, പൂജാരി പറയും പോലെയല്ലേ നാട്ടിൽ എല്ലാ കാര്യവും നടക്കുന്നത്. ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്